വെണ്ടയ്ക്ക തക്കാളി പച്ചക്കറികൾ വെണ്ടയ്ക്ക കിലോ 10 രൂപ പച്ചക്കറികൾ വെണ്ടയ്ക്ക തക്കാളി പാവയ്ക്ക പച്ചക്കറികൾ വെണ്ടയ്ക്ക 12 രൂപ. സുബ്ബു ഇങ്ങനെ രാത്രി വിളിച്ചിരുന്നു. കിച്ചൺ എഞ്ചിനീയറിംഗിന് ചേർന്നെന്ന് പറഞ്ഞപ്പോഴേ അവൻ പറയാ കോഴ്സ് കഴിഞ്ഞാലുടൻ ഗൾഫിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന്. നല്ല കാര്യായി. അവന് അതിനൊന്നും തീരെ താല്പര്യം കാണില്ല. പഠിക്കാന്ന് സമ്മതിച്ചത് തന്നെ അവന്റെ അപ്പയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ. സാവിത്രി ഷർട്ട് എവിടെ? ആ അലമാരിയുടെ അടിയിലത്തെ ട്രോയിലുണ്ട്. സാവിത്രി മുണ്ട കട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അടുത്ത് വിളിക്കും മുമ്പേ ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞേക്ക്. ആ പേഴ്സും ആ മേശയ്ക്കകത്തുണ്ട്. കണ്ടു. അമ്മോ അമ്മോ അവളെ എഴുന്നേറ്റിട്ടില്ല. കച്ചേരിയും കഴിഞ്ഞ് കൂടെ വന്നതും കുളിയും ജപവും കഴിഞ്ഞ് അമ്പലത്തിൽ പോയി ക്ലാസ് തുടങ്ങി. ഇവനെയൊക്കെ ഇല്ല തല്ലും ഞാൻ. മാഷ് തല്ലത്തില്ല എന്ന് എനിക്കറിയാം. ഒരു 10 മിനിറ്റ് കൂടെ തല്ലും ഞാൻ. എന്നെ പറ്റിക്കണ്ട മാഷേ, ഞാൻ ഉണരത്തില്ല. അപ്പൊ മാഷ് തല്ലുവല്ലേ? പോയി കുളിച്ച് അമ്പലത്തിൽ പോടാ. ഒരു സോപ്പ് മുഴുവൻ അവന്റെ കിച്ചന്റെ പേരിൽ ഒരു അർച്ചന കൂടി കഴിച്ചേക്കണം. ട്യൂഷൻ കഴിഞ്ഞോടാ? നമസ്കാരം മാഷേ. ഇന്നലെ കച്ചേരി കഴിഞ്ഞ് കിച്ചൺ എത്തിയപ്പോ മണി 2 അതോടെ തന്റെ ഉറക്കം പോയില്ലേ? അതല്ല, അതിലും വലിയ സന്തോഷമല്ലടോ. തിരിച്ചെത്തിയെന്ന് അവൻ അറിയിച്ചുകൊണ്ടുള്ള മൃദംഗമായനി ശ്രീയുടെ മുറിയിലെ ലൈറ്റിടലും. അതാടോ സ്നേഹം, പ്രേമം. അവര് കല്യാണം കഴിച്ച് കാണണം നമുക്ക് മാത്രം തോന്നിയാ മതിയോ? അവർക്കൂടെ തോന്നണ്ടേ? തോന്നി. ദൈവാനുഗ്രഹം. കൃഷ്ണ, അപ്പൊ ഇനി നാളെ. പോകരുത്, എനിക്ക് കുറച്ചു കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. പറഞ്ഞോ. കൃഷ്ണനോട് മാത്രല്ല, കിച്ചനോടും. അല്ല, കിച്ചേട്ടൻ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിഷമാവില്ലേ? ഒരു വിഷമവും. എന്നേക്കാ നല്ലൊരു വിദ്വാനെ ഞാൻ അവർക്ക് കണ്ടുവച്ചു. അതാ ഇപ്പൊ കാര്യം. ഉപേക്ഷിച്ചു പോകുന്ന ആൾക്ക് വിഷമമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ഈ എറണാകുളത്തേക്ക് എത്ര ദൂരം ഉണ്ടാവും? ഒരു 10,000-4000 കിലോമീറ്റർ ഉണ്ടാവും. എന്റെ ശ്രീ, നിനക്ക് കാണണമെന്ന് തോന്നുമ്പോ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാനിങ്ങെത്തും. പോരെ? വാ. അമ്മോ. ഹലോ, ശ്രീയേച്ചി, ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചോണ്ടിരിക്ക. കിച്ചേട്ടന് ഇപ്പൊ തന്നെ 7 ദോശ കഴിച്ചു. ഇപ്പൊ 8. അപ്പാ, സ്കൂൾ സൊസൈറ്റിയുടെ ഫയൽ എടുക്കുന്ന ശ്രീ ഞങ്ങൾ പറഞ്ഞു. പിന്നെ അയാൾ പറഞ്ഞിട്ട് വേണ്ട ഞാൻ ഓർക്കാൻ. ഇങ്ങോട്ട് അമ്മ, എന്റെ പ്ലേറ്റ് എടുക്കല്ലേ? വേണ്ട, എനിക്ക് കോളേജിൽ പോണം. ഹലോ
ചേട്ടാ എന്താന്ന് വെച്ചാ വേഗം കൊടുക്കണം, അവിടെ കോളേജിൽ പോട്ടെ. അത് വരുന്നു എന്റെ മാമൻ. രാവിലെ കുളിച്ച് കുറിയും തൊട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. നാട്ടിലെ രാമൻ, വീട്ടിലെ രാവണൻ. ഇന്നലെ എന്തായിരുന്നു ഇടപാട്? ഓ അതൊക്കെ അളിയനെ വിളിച്ച് പറഞ്ഞോ? ഇന്നലെ ലതാന്റെ എന്തൊരു കരച്ചിലായിരുന്നു. അതെ, വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓ പിന്നെ ഡ്രസ് എടുക്കാൻ പോണെങ്കിൽ നേരത്തെ വരണം. എന്താ ഒരു നിന്റെ മുഖം കണ്ടാത്തൊന്നും വണ്ടി വഴി വെച്ച് പഞ്ചറാക്കിയത് ഞാനാണെന്ന്. ദേ, ദാമ്പത്യവും പഞ്ചറും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. അവര് വരുന്നുണ്ട്. ചിരിച്ചോ ചിരിച്ചോ. എന്റെ അളിയാ, കൊച്ചിന്ന് നടന്ന ഇതിലും വേഗം ഇങ്ങ് എത്തുമല്ലോ. ലക്ഷ്മിക്കുട്ടിയെ എത്ര നേരം അറിയോ കാത്തിരിക്കണു? ഈ റോഡ് മുഴുവൻ എന്ത് ബ്ലോക്ക് ആയിരുന്നെന്നറിയോ? ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബസ്സുകൾ ഇങ്ങനെ ലോക്കാക്കിയ നമ്മുടെ വണ്ടിയാ 2 പ്രാവശ്യം പഞ്ചറായി. ഞാനിത് കേൾക്കണം. 85,000-ന്റെ കാർ വേണോ 8 ലക്ഷത്തിന്റെ കാർ വേണോന്ന് ഞാൻ അവളോട് ചോദിച്ചതാ. അപ്പൊ അവള് പറഞ്ഞു 85,000-ന്റെ കാർ മതി, നമുക്കൊരു പെങ്കൊച്ചല്ലേ വളർന്നു വരുന്നത്, ബാക്കി കാശ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഇടാവുന്നു. എന്നാ എന്റെ അമ്മോ പറയണ പറച്ചിലേട്ടില്ലേ? ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടു പറഞ്ഞു കൊടുക്കട്ടെ. എന്നാ പിന്നെ ഒന്ന് പറ, ഞങ്ങളോടൊന്ന് അറിയട്ടെ. അല്ലേ അമ്മേ? അല്ല അത് അന്ന് കല്യാണത്തിന് കഴുത്തിലിട്ട 4 മാലയും 15 വളയും 3 കൊല്ലമായിട്ടെ ബാങ്കിലൊക്കെ ഫിക്സഡ് പണയത്തില്ല അല്ലേ ചേട്ടാ? സ്വർണ്ണം ബാങ്കിൽ കിടന്നാ സേഫ് ആയിരിക്കും, കള്ളന്മാർ കൊണ്ടുപോയില്ല. അലയഞ്ചിരിക്കണ്ട, പെണ്ണെട്ടുമ്പോ അറിയും. നോക്ക വിശക്കുന്നുണ്ടല്ലേ? വാ മോളെ, നമുക്ക് അകത്ത് പോവാം. ഇനി ഇവിടെ നിന്ന് അയാൾ പലതും പറഞ്ഞു കൊടുക്കും. ഇവിടെ ആരും കാണുന്നില്ല. ഇത് ആരൊക്കെയാ? വാ വാ വാ. വന ചേച്ചി, ഇതൊക്കെ ആർക്കാടി? കിച്ചേട്ടനാ. കോളേജാണ് മോളെ, പെമ്പിള്ളേർ ഒരുപാടുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് ഷൈൻ ചെയ്താലേ അവൻ കയ്യിന്ന് പോവേ. ഞാനും വനജേച്ചിയുടെ കൂടെ വരുമല്ലേ. കിച്ചേട്ടൻ എവിടെ? അവൻ മുറിയിലുണ്ട്. ആരത്? ലക്ഷ്മി. ഹരിയുടെ ഹരിയേട്ടാ. ഓ ആ നമസ്കാരം. നമസ്കാരം. എന്താടോ, മരുന്ന് കച്ചവടമൊക്കെ തകൃതിയായിട്ട് പോകുന്നു? കുഴപ്പമില്ല. നിരത്തി പിടിച്ച് മരുന്നുകൾ എഴുതാൻ ഒരുപാട് ഡോക്ടേഴ്സ്, അതെല്ലാം മേടിച്ച് കഴിച്ച് പുതിയ പുതിയ അസുഖങ്ങൾ വരുത്താൻ തയ്യാറായി ധാരാളം പേഷ്യൻസ്. പിന്നെ എന്നെ പോലുള്ള മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്മാർക്ക് എന്താ പേടിക്കാൻ? മുത്തശ്ശ ആ ഇതാരേ? അതോടൊക്കെ ഇതെടുത്ത് അലമാറയിലേക്ക് വെക്കും. എന്താ അത്? കിച്ചന്റെ പഠിത്തത്തിന് കാശ് ഒരുപാട് ചെലവുണ്ടെന്ന് എനിക്കറിയാം. ഇതെടുത്ത് വെക്കും. എടോ, മക്കള് പഠിക്കുന്നിടത്തോളം പഠിപ്പിക്കുക എന്നുള്ളത് അച്ഛന്റെയും അമ്മയുടെയും സന്തോഷം. അത് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, അവനെ പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കി തന്റെ കയ്യിലോട്ട് അങ്ങോട്ട് തരും. എന്തായാലും കറക്റ്റ്. ഈ പറച്ചിലൊക്കെ ഇയാളുടെ ദുരഭിമാന. കിച്ചന്റെയും ശ്രീയുടെയും കാര്യത്തില് എന്റെ മകളെന്നോ നിന്റെ മകനെന്നോ ഞാൻ കരുതിയിട്ടില്ല. നമ്മുടെ മക്കള് അത്രേ ഉള്ളൂ. പിന്നെ എനിക്കുള്ളതെല്ലാം കിച്ചനുള്ളതാ. അതിലൊരു വിഹിതം നേരത്തെ തരുന്നു എന്ന് വിചാരിച്ചാ മതി. കറക്റ്റാ. അല്ല, എല്ലാം കറക്റ്റ് ആണല്ലോ. നമ്മളെ കിച്ചന്റെ ആളവിടെ അവിടെ പുത്തൻ ഉടുപ്പൊക്കെ ഇടിച്ച് ഭംഗിയാണ്. ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടായ. കിച്ചേട്ടനോ? കൊള്ളാം. ഇന്ന് കച്ചേരിക്ക് ഇതിട്ടാ മതി, അല്ലെങ്കിൽ വേണ്ട. എന്തേ? ഫസ്റ്റ് ഡേ കോളേജിൽ ഇട്ടാ മതി. പെൺകുട്ടികളൊക്കെ ഒന്ന് നോക്കട്ടെ. മതി മതി. നിക്ക്. എവിടെ പോയാലും എപ്പോഴും എന്നെ ഓർക്കാൻ വേണ്ടിയാ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് അച്ചോ. ഫോർട്ട് കൊച്ചി ലിവർ ബാബ് എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ലിവർ ഫ്രൈ എന്ന് കേട്ടിട്ടുണ്ട്. പൊരിച്ചാൽ പെറുക്കി തന്നെ നല്ല രസ, മൊരുമൊരാന്നിരിക്കും. കളിയാക്കണ്ട, അണ്ണൻ തന്നെ ലിവർ ബാബു. ഓഹോ, ഞാൻ ഫാദർ തെക്കൻ, ഇവിടുത്തെ പ്രിൻസിപ്പലാ. ഓട്ടെ ലിവർ, അങ്ങനെ അങ്ങ് പോയാലോ? അതെ, ഇവൻ അണ്ണന്റെ പയ്യനാ. ഇവന്റെ സസ്പെൻഷൻ ഇന്ന് പിൻവലിക്കണം. ലിവറെ, ഇവനെ വെറുതെ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് എറിഞ്ഞതല്ല. ഇവൻ കോളേജ് വന്നതിനേക്കാൾ കൂടുതൽ ലോക്കപ്പിൽ കിടന്നിട്ടുണ്ട്. ആ വാർത്തയുടെ കൂടെയൊക്കെ കോളേജിന്റെ പേരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചെടുക്കാൻ സാധ്യമല്ല.
ഒരു ശുദ്ധജല തടാകം അശുദ്ധമാക്കാൻ 2 തുള്ളി T20 മതി. അച്ചോ കളി ലിവറിനോട് വേണ്ട. മോനെ, നീ ലിവർ ആണെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ ഹാർട്ട് ഒരാൾ വേറെ ഉണ്ട്, ഇരുമ്പൻ സുര. അവനെ വിളിച്ചിട്ട് ഫാദർ തെക്കൻ ആരാന്ന് ചോദിച്ചിട്ട് വാ, ഞാൻ ഓഫീസിലുണ്ടാവും. മാറിക്കടാ. അച്ചോ എന്നെ തിരിച്ചെടുത്തില്ലെങ്കിലേ അച്ഛൻ ഇനി തെക്കോട്ടാണോ വടക്കോട്ടാണോ പോകണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഗുഡ്. അങ്ങനെ വഴിക്കുക. ആൺകുട്ടികളെ എനിക്കിഷ്ടം. ഞാൻ ഓഫീസിലുണ്ടാവും. ടീച്ചേഴ്സുമായിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. Poor boy. നീ ഓഫീസിലേക്കല്ലേ, ബാക്കി നമുക്ക് നോക്കാം. എന്നെ നീ തെക്കോട്ടെടുപ്പിക്കുമല്ലടാ. മൂർച്ചയുള്ള കത്തിയുമായിട്ട് മുൻപിലെടുത്ത് നിന്നാലും മുള്ളുന്നവനല്ല ഫാദർ തെക്കൻ. ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലൊക്കെ നീ പോയെന്ന് അന്വേഷിക്ക്. ഞാൻ ആരാണെന്ന് പറയും. കുറെ കാലം അവിടുത്തെ ഇടവകെ ഞാൻ ഉണ്ടായിരുന്നു. ഇനി പരിസരത്ത് കണ്ട ഇട്ടിച്ചെന്നിട്ട് കൂമ്പ് വാട്ടിക്കളെ. തോമാച്ച, ഇവനെ എറിഞ്ഞേക്ക്. തെക്കനച്ഛനോടാ കളി. കർത്താവേ, നിന്റെ ആലയം അശുദ്ധമാക്കിയ കള്ളന്മാരെ നീ ചാട്ടവാറിനടിച്ചു. അതില്ലാത്തതുകൊണ്ട് SMS പിള്ളേരെ ഞാൻ കൈകൊണ്ടടിച്ചു. നീ എന്നോട് പുറക്കണമേ. കരിമ്പും കാട്ട കാമുകൻ എത്തിയല്ലോ. നിന്റെ പെണ്ണ് എപ്പോഴാ ലാൻഡ് ചെയ്യുന്നേ? ശിവേട്ടൻ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവൾ ഇപ്പൊ എത്തും. വിത്തിൻ സെക്കൻഡ്സ് അഞ്ജനി ക്യാമ്പസിൽ കാലുകുത്തും. പിന്നെ യൂറികാരൻ ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറയണ പോലെ പോകുന്നു നിന്റെ എക്സ് ലവർ എലിസബത്ത്. ഇവളുടെയൊക്കെ പ്രാക്കുണ്ടാവും. ഇവള് പ്രാകത്തില്ല. ഞാൻ ഇവളൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലായിരുന്നു, മാറ്റ സിസ്റ്റം. ഹായ്. ഹായ്. ഓൾ ദി ബെസ്റ്റ് കിച്ച. താങ്ക്സ് അളിയ. അപ്പാ ഈശ്വര, ഞാൻ ചെല്ലട്ടെ. പോയിട്ടോ. കാണാൻ അത്ര പോരാ അല്ലേ? അല്ല എന്റെ അഭിപ്രായം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എന്റെ ഫ്രണ്ട്സാ വിനോദ്, ഉസ്മാൻ, വെങ്കി. ഹായ്, അഞ്ജന. എവിടെയോ നല്ല മുഖപരിചയം. അയ്യോ, സ്റ്റേഷനിൽ ഇതുവരെ കയറിയിട്ടില്ല സർ. ഓ, അപ്പൊ ആള് തെറ്റിയതായിരിക്കും. ദേ, നിന്റെ ചേട്ടന്മാർ ഒരുമാതിരി ചത്തുപോയ തന്തയ്ക്ക് ചീത്തപ്പനുണ്ടാക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. എന്റെ വായിന്ന് പുളിച്ച തെറി കേൾക്കാതിരിക്കണമെങ്കിൽ ആ തഹസീൽദാർ ചോദിക്കുന്ന കാശ് കൊടുക്കാൻ പറ. ഇല്ലാത്ത പട്ടം ഉണ്ടാക്കി കൊടുപ്പിച്ചതും പോരാ, വിളിച്ചു പറയടാ. ആ, അലമാരിയിൽ ബോട്ടിലൊക്കെ കാലിയാണെന്നും കൂടെ പറഞ്ഞേക്കണം. പരിചയക്കാരാലും ഇല്ലേ? ഹായ് രമണി. ഇവനെ പറഞ്ഞു വിടേണ്ട സമയമായി. ഹായ് ചിത്ര. ചായക്ക് പാലൊക്കെ ഉണ്ടോ? മലയാളികൾ മത്തി എന്ന് പറയും, ചൈനക്കാർ ചാള എന്ന് പറയും. അതിന്റെ സംഗതികളൊക്കെ കളഞ്ഞ് ശ്രുതി കൂട്ടിയിട്ടൊന്ന് വറുത്തെടുത്തു. എന്താ കഴിക്കുന്നത് നോക്കട്ടെ. അതെ, വറക്കുമ്പോ 5.5 കട്ടയ്ക്ക് വറക്കണോ 6 കട്ടയ്ക്ക് വറക്കണോ? 5.5 മതി, 6 കരിയും. എന്നെ എടുത്തു വെക്കടാ അങ്ങോട്ട്. കൂളിംഗ് ഗ്ലാസിന്റെ. എല്ലാവർക്കും ഓരോ ചായ. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. പേടിക്കണ്ട, സ്ഥിരമുള്ള 4 ചട്ടി പൊട്ടിയെന്നേ ഉള്ളൂ. സുധി, എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ? അതൊക്കെ നിർത്തിയില്ലേ? ഓ, അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കില്ലല്ലോ. സുധി, ഉച്ചയ്ക്ക് ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. എന്റെ കുരുവിലെ, ഇന്ന് മുതൽ ഒരു കമ്മിറ്റിക്ക് ഞാനില്ല. ഇനി കുറച്ച് കുടുംബകാര്യങ്ങളുമായിട്ട് ഞാനങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചു. വീട് നന്നായ നാട് നന്നാവും സഖാവേ. ഓക്കെ. ഹായ്. ഹായ്.
നാട്ടിലെങ്കും പാട്ടായി. എന്ത്? അല്ല, ഒരുപാട് പെൺകുട്ടികളുടെ പ്രാക്ക് കൊണ്ടാലേ പെട്ടെന്ന് കല്യാണം നടക്കുന്നു. ആ കുട്ടിക്ക് അറിയോ നിനക്ക് ഇഷ്ടമാന്ന്? അതിനൊക്കെ ഇനിയും സമയം കിടക്കല്ലേ. തൽക്കാലം ലോക്കൽ ലോക്കലാണെന്ന് ആ പെണ്ണറിയാതിരുന്നാ മതി. ഇതാണ് കക്ഷി. എങ്ങനുണ്ട്? That's all about me. Thank you. നെക്സ്റ്റ്. ഓക്കെ. ഞാൻ വർഗീസ്. ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ പള്ളിയിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരെയാ വീട്. കണ്ടിട്ട് മൂപ്പ് കുറച്ചുണ്ടല്ലോ വർഗീസേ. ഉണ്ട് സാർ. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് നാള് കുറച്ചായി. തോട്ടത്തിലെ പണിയും റബ്ബറിന്റെ കണക്കും അത്യാവശ്യം സിനിമാറ്റിക് ഡാൻസും ആൽബം പിടുത്തം ഒക്കെ ആയിട്ടങ്ങ് കൂടിയതാ. പക്ഷെ നല്ല വീട്ടിലെ കല്യാണാലോചനകൾ വന്നപ്പോ വിദ്യാഭ്യാസം പോരാ, ജോലി പോരാ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മുടങ്ങി. അങ്ങനെ അപ്പച്ചന്റെ ബുദ്ധിയാ ഈ എഞ്ചിനീയറിംഗ് പഠിത്തം. ആ ബുദ്ധി എന്താണെന്ന് ഞങ്ങളും കൂടെ അറിയട്ടോ അല്ലേ? ചോദിച്ച കാശ് കൊടുത്ത് സീറ്റ് മേടിച്ചത് എഞ്ചിനീയർ ആവാം എന്നുള്ള അതിമോഹം കൊണ്ടല്ല സാർ, അതിനുള്ള ബുദ്ധിയും ഇല്ല. പിന്നെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു എന്ന് പറഞ്ഞ് നല്ലൊരു പെങ്കൊച്ചിനെ കെട്ടാൻ വേണ്ടിയാ. സോറി, നിങ്ങൾ ആരെയും ഉദ്ദേശിച്ചല്ല. ഒരു വഴിക്ക് ഞാനങ്ങ് ഒതുങ്ങി കൂടി കഴിഞ്ഞോളാം. ആരും എന്നെ പ്രേമിച്ച് ഉപദ്രവിക്കരുത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നെക്സ്റ്റ്. നമസ്കാരം, ഞാൻ കൃഷ്ണകുമാർ. പാലക്കാട് കൽപ്പാത്തിയാണ് നാട്. ഗുഡ്. കൽപ്പാത്തി രഥോത്സവത്തിന് ഒരിക്കൽ ഞാൻ വന്നിട്ടുണ്ട്. മ്യൂസീഷ്യൻസിന്റെ നാടല്ലേ പാലക്കാട്. ഫേമസ് പാലക്കാട് മണിയർ, ചെമ്പായി. ഉവ്വ്, ഞാനും പെർക്കഷനിൽ 2 കൊല്ലം സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു സർ. ഏതായിരുന്നു ഇൻസ്ട്രുമെന്റ്? മൃദംഗം. അത്യാവശ്യം കച്ചേരിയും കുട്ടികൾക്ക് ക്ലാസ് എടുപ്പൊക്കെ ഉണ്ട്. വെരി ഗുഡ്. ഈ കച്ചേരി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നിയത് കൊണ്ടാണോ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നത്? അല്ല സർ, കച്ചേരി മാത്രമല്ല ജീവിതം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. എക്സ്ക്യൂസ് മീ, മൃദംഗം വായിക്കുന്നത് ഒന്ന് മോക്ക് ചെയ്യാമോ? മോക്കിയാന്ന് വെച്ചാ അതിപ്പോ ഇവിടെ എങ്ങനെ? എങ്കിലും ലെക്ചർ സ്റ്റാൻഡിൽ ഒന്ന് കൊട്ടടോ. പെരുന്തച്ചൻ കല്ലിലും സംഗീതം ഉണ്ടെന്ന് തെളിയിച്ച ആളാ. ട്രൈ ചെയ്യേ. ആരാടാ ഈ പുതിയ മുഖം?